പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്ന് ചോദിച്ചാൽ ലഭിച്ചിടുമത് നിശ്ചയം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സാങ്ക്ത മരിയ എന്ന് പറഞ്ഞൊരു കുട്ടി ഇപ്പതാ ഈ ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞായിരുന്നു. സാന്താ മരിയയുടെ സാക്ഷ്യങ്ങൾ എന്താണ്? ആ സാക്ഷ്യത്തിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കർത്താവ് കണ്ണും തുറന്ന് നമ്മുടെ നേരെ നോക്കി നിൽക്കണ പോലെയാണ് ആ സാക്ഷ്യങ്ങളുടെ ഒരു സഞ്ചാരമെന്ന് വേണം. എന്തിനാശ ഇതൊക്കെ ഈ സാക്ഷ്യങ്ങൾ പെരക്കെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന എഴുതിയിട്ടുണ്ട് വന്നിരിക്കണേ. ഞാൻ ഈ ആഴ്ച നടന്ന് എനിക്കിഷ്ടപ്പെട്ട കുറേ സാക്ഷ്യങ്ങളുണ്ട്. എല്ലാ ദിവസവും നമ്മൾ 10-25 സാക്ഷ്യം വെച്ച് കേൾക്കും. പക്ഷേ ചില സാക്ഷ്യങ്ങൾ എന്നെ വല്ലാതെ തങ്ങ പിടിക്കും. അതാണ് ഞാൻ ആ സാക്ഷ്യത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ സംഭവങ്ങളുണ്ട്. ആ വിഷയം മാത്രമേ ഉള്ളത്, ദൈവികമായ കുറേ സംഭവങ്ങൾ കാണും അതിൻ്റെ അകത്ത്. അതാണ് പരിശുദ്ധാത്മാവ് എനിക്ക് വന്നിട്ട് നോട്ട് ദ പോയിൻ്റ് എന്ന് പറയും. അപ്പം അതിൻ്റെ അകത്തോട്ടുണ്ട് സാന്താ മരിയയുടെ സാക്ഷ്യം. അവർ ആലപ്പുഴക്കാരുതിയാണ്. അവരുടെ സാക്ഷ്യം അവരുടെ കുഞ്ഞാണ്. കുഞ്ഞിന് കുറേ ഗുരുതരമായ ഡിസീസാണ്, ലിവറിൻ്റെ പ്രോബ്ലംസ് ഭയങ്കരമുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ബോൺ മാരോ ചെയ്തതാണ് 1 കൊല്ലം മുമ്പ്. ഓക്കെ, അത് പിന്നീട് അങ്ങനെ സബ്സിഡി ആയിട്ട് കിടക്കുകയായിരുന്നു. വീണ്ടും കുഞ്ഞിന് പിന്നെയും രോഗമായി. അപ്പോൾ അമൃത സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞ് ഇത് ബോൺ മാരോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ബോൺ മാരോ ചെയ്യാൻ ഭയങ്കര സങ്കടം. കാര്യം കുഞ്ഞിനെ ഇഞ്ചക്ട് ചെയ്തത് അവരുടെ കൈ വെച്ചത് കാരണം കുഞ്ഞ് കയ്യിലിങ്ങനെ മയങ്ങി വീണത് അവിടെ ചങ്ക് പറഞ്ഞു പോയ പോലെ ഫീലിങ്ങാണ്. അപ്പോൾ അത് വീണ്ടും ഇങ്ങനെ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പോൾ അവിടെ ഡോക്ടറെ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട്, ഞങ്ങൾ പോയിട്ട് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന്. ഈ ആൾക്കാരൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവരൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ എന്താണ്, അമ്മയെ വന്ന് കണ്ടിട്ട് തീരുമാനിക്കാമെന്നാണ് ഈ പറയണത്. ഇത് കാര്യം ആൾക്കാരിങ്ങനെ അനുഭവിച്ച് ഒരു അനുഭവങ്ങളല്ലല്ല, പല അനുഭവങ്ങളായി കഴിയുമ്പോൾ പിന്നീട് അത് അമ്മയെ വന്ന് കണ്ടിട്ട് തീരുമാനിക്കാമെന്ന് പറയും. രണ്ടാമത്തെ ബോൺ മാരോ. അപ്പോൾ സീനിയർ ഡോക്ടറെ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വരും. ഇവരെൻ്റെ നോൺസെൻസാണ് പറയണത്. അപ്പോൾ സീനിയർ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, മാഡം ഇത് നിങ്ങളെ പറയണ പോലെയല്ല, നേരത്തെ നമുക്ക് എക്സാമിൻ ചെയ്ത് വെച്ചാൽ ഇപ്പോൾ രോഗമില്ലെങ്കിൽ ഇല്ല, ഓക്കെയാണ്. പക്ഷേ അത് എക്സാമിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഡിസീസിനൊക്കെ ഇങ്ങനെ ചികിത്സ നീണ്ടു പോണത് റീസണബിൾ അല്ല. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് വെച്ചാൽ പിന്നീട് നിങ്ങൾ എവിടെ പോയാൽ വരിക ചെയ്യും, പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങി വെക്കാമല്ലോ ചികിത്സയെന്ന് പറയാം. പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല. ഇവരില്ല, ഞാൻ ഡോക്ടറെ അമ്മയെ കണ്ടിട്ട് വരാവുന്നത് അവിടെ മനസ്സിൽ, പക്ഷേ ഡോക്ടറിനോട് പറയത്തില്ല. ജൂനിയർ ഡോക്ടറെ മനസ്സിലാവും ഇവരെന്തോ പ്രാർത്ഥനാ പരിപാടിയാണ് ഈ പറയണതെന്ന് പറയാം. അപ്പോൾ അത് ആൾക്കാരുടെ ഒരു അതായത് നമ്മളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട വിഷയം, നിക്ഷേപം, വ്യക്തിപരമായ നിക്ഷേപം എന്ന് പറയുമ്പോൾ ആ ഒരു മേഖലയിലേക്ക് നീ ടെക്നിക്കലായിട്ട് എത്തിച്ചേരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം നമ്മൾക്കറിയാം, ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഗ്രേസ് എല്ലാം അതിൻ്റെ മെക്കാനിസം വർക്ക് ചെയ്യേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റിലാണെന്ന്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മൾ വിലക്ക് വാങ്ങിയവരാണ്. 1 കൊരിന്തോസ് 6:20. 1 കൊരിന്തോസ് 6:20. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഈസി അല്ലെന്നർത്ഥം. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വിശ്വസിച്ചു എന്തെങ്കിലും കുറച്ച് പ്രാർത്ഥിച്ചു അതുകൊണ്ടൊക്കെ നമുക്ക് ഈ വിഷയം മാനേജ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിയൽ തിങ്സ് മാനേജ് ചെയ്യാൻ പറ്റും, ഒരു ഹെവി ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തില്ല. വൈ കൃപാസനം, വൈ കവനൻ്റ് എന്നും പറഞ്ഞൊരു സാക്ഷി ദിവസങ്ങളുണ്ടായിരുന്നു. അവരുടെ പേര് ഞാൻ മറന്നുപോയി. എന്തിനാണ് കൃപാസനം? എനിക്ക് ഡൗട്ടായിരുന്നു, എന്തിനാണ് കൃപാസനം, എവിടെയെങ്കിലും പോയാൽ പോരെ. വൈ കവനൻ്റ്, എന്തിനാണ് കവനൻ്റ്? ഞങ്ങളുടെ പള്ളിയിൽ മതമുണ്ടല്ലോ, അവിടെ പ്രാർത്ഥിച്ചാൽ പോരെ. ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു പറഞ്ഞുകൊണ്ടൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാവർക്കും മറുപടി കിട്ടി. എന്ത് ചാപ്റ്റർ വായിച്ച ബെസ്റ്റുകൾ? 1 കൊരിന്തോസ് 6:20. 1 കൊരിന്തോസ് 6:20. എന്താ പറയണത്? നിങ്ങൾ എന്ന് പറഞ്ഞേ, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തത്താൽ വിലക്ക് വാങ്ങിയതിൻ്റെ അർത്ഥം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തത്താൽ നമ്മളെ വിലക്ക് വാങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്.
ഇതിന് ആ വിലക്ക് വാങ്ങപ്പെട്ടതിലൂടെയാണ് കൃപ നമ്മൾ നേടുന്നത്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? നമ്മളും ഇത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ ഈസി മെത്തേഡുകളൊന്നുമില്ല. നമ്മളും അതുകൊണ്ടാണ് ഇതിൻ്റെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ കാരണം. ഇപ്പോൾ സാന്താ മരിയയുടെ സാക്ഷ്യം എന്താ? സാന്താ മരിയയെ പൊക്കിക്കൊണ്ട് പോകുന്നില്ല അവിടുന്ന്. അവർ കൊച്ചിൻ്റെ ക്യാൻസറിൻ്റെ ഒരു ചാട്ടം ചെവിയുടെ ബാക്കിലുണ്ട്, അതിങ്ങനെ മുഴ പോലെ നിൽക്കുക. അപ്പോൾ അമ്മയോടിത് പറയണം, അമ്മ ഇത് ഇനി ബോൺമാരയിലോട്ട് പോകണോ അത് അമ്മ സുഖപ്പെടുത്തുക എന്ന്, അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ അവരിവിടെ വന്ന് കാല് കുത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റെക്കോർഡിംഗ് ധ്യാനമാണല്ലോ. ഈ ധ്യാനമാണ് പിന്നീട് 2 കൊല്ലം കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അഭിഷേകം വന്നുകൊണ്ടിരിക്കും. കാര്യം എന്താണ്? അപ്പം ഇത്രയും മീഡിയേറ്റ് ചെയ്താണ്, പിന്നെ ഉടമ്പടിയുടെ ഭാഗമായി വരുന്ന ധ്യാനമാണ്. ഞങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചും കുറേ ദിവസങ്ങളായിട്ട് പ്രാർത്ഥിച്ചാണ് ഈ ധ്യാനം ചെയ്യണത്. പിന്നെ ധ്യാനങ്ങളെല്ലാം കർത്താവ് തന്നെ ഒരുക്കി തന്നതല്ലാതെ ഒന്നും ഞങ്ങളിങ്ങനെ കണ്ടുപിടിക്കുകയോ ഒന്നും ചെയ്തു. ഇപ്പം തന്നെ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്, ഞാൻ കണ്ടുപിടിച്ചാലല്ലോ അത്. ഇപ്പോഴും ഈശോ തന്ന വചനം എടുത്തതാണ് നിങ്ങൾക്ക്. ഈശോ പറഞ്ഞ വചനം, ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ വാക്ക് വന്നപ്പോൾ ഈശോ ആ വചനത്തിനെ നോക്കി എടുത്തിട്ട് ആ വചനം നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരികയാണ്. എന്തിനാണ്? സോ ദാറ്റ് യു മേ ഓൾസോ ഇൻവെസ്റ്റ്. നിങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഉടമ്പടിയിലാകുമ്പോൾ വിശ്വാസം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ പറ്റത്തില്ല. നമുക്ക് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുകയും ചൊല്ലണ പ്രാർത്ഥനയെ മാത്രമല്ലേ പരിചയമുള്ളൂ. അതുകൊണ്ട് ഹെവി ഡ്യൂട്ടി ആകാം. ഈ ടൈം ഷോർട്ട് ചെയ്യാൻ പാടായിരിക്കും. കാര്യം നമ്മുടെ ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥകളെന്നൊക്കെ പറഞ്ഞാൽ ടൈമാണ് പ്രോബ്ലം. 2004 ഡിസംബർ 7-ാം തീയതി അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെടുമ്പോഴും നെഞ്ച് സമയഘടികാരമാണ് ചാർത്തിയിരുന്നത്. അതിന് ഭയങ്കരമായ ആന്തരികമായ ദൈവിക വെളിപാടുണ്ട്. അത് ഞാനിവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പരിശുദ്ധ പിതാവ് അന്തർദേശീയ സഭയോട് സംസാരിക്കേണ്ടതാണ്. അമ്മ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. അല്ലാതെ കുറച്ച് മലയാളികളെ 3 കോടി മലയാളികളെ ഉള്ളൂ, അവരറിഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇൻ്റർനാഷണൽ ചർച്ച അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. എന്താണ്? ഔദ്യോഗിക സഭ സമയഘടികാരവും നെഞ്ചിൽ ചാർത്തി അങ്ങനെ ഒരു പ്രത്യക്ഷീകരണം ഇന്ന് വരെ സഭയിൽ 2000 കൊല്ലമായിട്ട് നടന്നിട്ടില്ല. തന്നെയല്ല, ഈ മേഘത്തിൻ്റെ കളറിലെ അന്ത്യകാലത്തിൻ്റെ കളറുമായിട്ട് നിന്നുകൊണ്ട് ഒരു സാക്ഷ്യം, ഒരു പ്രത്യക്ഷീകരണം ഇന്ന് വരെ ഇല്ല. ഇപ്പം നമ്മളൊക്കെ പറയുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളാണിത് എന്ന് ഏറെക്കുറെ എനിക്കറിയാം. പക്ഷേ ഞാൻ എൻ്റെ ആളല്ലല്ലോ, ഇതിൻ്റെ ഒഫീഷ്യൽ അല്ലല്ലോ ഞാൻ. അപ്പോഴേ ഞാൻ സഭയുടെ ഒരു എളിയ ദാസനോ ഒരു സുവിശേഷ വേലക്കാരനോ മാത്രമല്ലേ, വേറെ ഒന്നുമല്ല. പക്ഷേ ഈ ശുശ്രൂഷ ഇത് അറിയേണ്ടതാരാണ്? മഹാഭിഷിക്തരും മഹാപുരോഹിതന്മാരും ഇത് അറിയേണ്ടത്. അറിഞ്ഞിട്ടിന്ന് അന്തർധാരകൾ എന്താണ്, അന്തർസത്യങ്ങൾ എന്താണെന്ന് സഭയോട് ലോകത്തോട് പറയണം. എന്നിട്ട് അതിന് പ്രയർ മീഡിയേഷൻ കൺവോക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ദൈവിക പദ്ധതി നടപ്പിൽ വരുത്തുള്ളൂ. അതിനുള്ളതാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അതുകൊണ്ട് ഈ ഉടമ്പടി പ്രാർത്ഥനയുടെ അഡ്ജോയിനിങ് ആയിട്ടാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന വരണത്. അതുകൊണ്ടാണ് ആൾക്കാർ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ആ മുസ്ലിം ലേഡി വന്നത് എന്താണ്, അവർ പറഞ്ഞു ഞാൻ ഉടമ്പടി എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ആലപ്പുഴ വന്നിട്ടില്ല, പക്ഷേ എൻ്റെ കിട്ടിയിരിക്കുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമാണെന്നില്ല. എൻ്റെ കൂട്ടുകാർ തന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് ചെല്ലും. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ എന്തെല്ലാം അമ്മയോട് ചോദിച്ചു അതെല്ലാം അമ്മ എനിക്ക് തന്നു. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് ഉടമ്പടി എടുത്തിട്ട് പോകും. സാക്ഷ്യം പറഞ്ഞിട്ട് ഉടമ്പടി എടുത്തിട്ട് പോകും. അത് അപ്പം നിങ്ങൾക്ക് ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. അങ്ങനെയല്ല. ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ജാതിയില്ല, മതമില്ല. കാര്യം എന്താ? ജനങ്ങൾക്ക് വേദനയുണ്ട്, വേദനയ്ക്ക് എന്നാ ജാതി? ജനങ്ങൾക്ക് രോഗമുണ്ട്, രോഗത്തിന് എന്നാ മതം? എവിടെ കണ്ണീരുണ്ട്, കണ്ണീരിന് എന്താ രീതിയിലുള്ള വിശ്വാസം? ദൈവവും കണ്ണീരും നീയും, അത് മാത്രമാണ് ഉടമ്പടിയുടെ സബ്ജക്റ്റ്. അതാരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാകുന്നത്? വിശ്വാസം കൊടുക്കാൻ. അപ്പോൾ ആ മുസ്ലിം ലേഡിയാണെങ്കിൽ അവർ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. നമ്മളൊക്കെ 5:30ക്കല്ല പ്രാർത്ഥിക്കണം. ഞാൻ 5:30ക്ക് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞിട്ടുള്ളൂ. അവരതിൻ്റെ അകത്ത് കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതാണ് വിഷയം. അവർ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇൻവെസ്റ്റ്മെൻ്റ് ഒരു പ്രോബ്ലമാണ്. നിക്ഷേപം സാധാരണ പ്രാർത്ഥനയ്ക്ക് വിശ്വാസം നിക്ഷേപിച്ചാൽ മതി. പക്ഷേ ഉടമ്പടി ഹെവി ഡ്യൂട്ടി ടൈം ഷോർട്ടനിങ് കണ്ടൻ്റ് ഉള്ളത് കാരണം നമ്മൾ ഉടമ്പടിയുടെ കറസ്പോണ്ടിങ് തനത് നിക്ഷേപം എന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. പിന്നെ എന്താണ്? ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ ഇത് ചെയ്യുന്ന പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് പുതിയ കണ്ടുപിടുത്തമൊന്നുമില്ല. പണ്ട് മുതലേ ബൈബിളിൻ്റെ
ഫണ്ടമെൻ്റൽ റെവലേഷൻ്റെ ഭാഗമാണ്. കാര്യം ചെല്ലുന്നതിനേക്കാൾ വലുത് ചെയ്യുന്നതാണെന്ന്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിബന്ധനകള് വിശ്വസ്താപൂർവ്വം പാലിക്കുന്നതിലൂടെ എത്രയും വേഗം ഞങ്ങളെയും സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. 1 കൊരിന്ത്യസ് 6:20 അനുസരിച്ച് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായി ഞങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് എത്രയും വേഗം ഞങ്ങളെ ദൈവാനുഭവത്തിലേക്ക് നയിക്കണമേ. ഹല്ലേലൂയ. ഉടനടി പരിഹാരമേകും ഉടനടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭക്തിയോടെ പറയുക, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 81:13. എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, ഇസ്രയേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ, അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അതിവേഗം എന്ന് പറയുന്നത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഉടമ്പടിയുടെ കണ്ടന്റ് അവിടെ ഉണ്ട്. എന്താണ്? സങ്കീർത്തനം 81:13. എൻ്റെ ജനം എന്ന് പറഞ്ഞ് എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അവരുടെ വൈരികളെ കീഴ്പ്പെടുത്തുമായിരുന്നു. അതിവേഗം എന്ന് പറയുന്ന ടൈം ഷോർട്ടനിങ് വരണേ എങ്ങനെയാണ്? ഉടമ്പടി പ്രകാരമാണ്. എന്താണ്? എൻ്റെ ജനം എന്ന് പറഞ്ഞ് എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അവൻ പറയണത് പോലെ ചെയ്തിരുന്നെങ്കിൽ. കൈയടിച്ച് കർത്താവിനെ ജീവിതം ധന്യമായി അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ആരാധന ഞാൻ ഇങ്ങനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെന്ന് പറയുമ്പോഴേ എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത് കൂടി നിങ്ങൾ അറിയണം. ആരാധനയാണ് നടക്കുന്നത് ഇവിടെ. ഈശോയാണ് ഇതിൻ്റെ പരമാധ്യക്ഷനായിട്ടുള്ളത്. ഈ ചെയർ എപ്പോഴും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈശോയുടെ ഈ ശുശ്രൂഷയെ ഈശോയുടെ സാന്നിധ്യമായിട്ട് കണക്ട് ചെയ്യണത് ഇടയ്ക്ക് പറയുന്ന ഈ സുഹൃത ജപങ്ങളാണ്. പരിശുദ്ധ പരമദിവ്യക. അപ്പം നിങ്ങൾ കൈ നെഞ്ചത്ത് വെച്ച് തന്നെ പറയണത്. അല്ല ചുമ്മാ ഇങ്ങനെ സ്റ്റാച്ചു അവർ ചെയ്ത് പരമദിവ്യകാരണത്തിന് എങ്ങനെ പറയണത്? നിങ്ങളപ്പോൾ ഇവിടെ ഇല്ലെന്ന് അർത്ഥം. നിങ്ങളിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോഴേ. അതായത് നമ്മുടെ ശുശ്രൂഷയെ, ഉടമ്പടി ധ്യാനത്തെ ആരാധനയുമായിട്ട് ലിങ്ക് ചെയ്യണത് ഈ ഒരു സുഹൃത ജപമാണ്. ഗ്രീനി ബ്ലെസ്സൻ്റ് എന്ന് പറഞ്ഞൊരു നേഴ്സ് ഈ ദിവസം സാക്ഷ്യം പറയും. ഗ്രീനി ബ്ലെസ്സൻ്റ് അവർ പാലാ എവിടെയുള്ള
അവരുടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത, അവരിതുപോലെ കുറച്ച് ഏജ്, നമുക്കറിയാമല്ലോ, അവർക്ക് 10-50 വയസ്സുണ്ട്. അപ്പോൾ അവർക്ക് ഇതുപോലെയുള്ള വിദേശത്തേക്ക് പോകാനുള്ള ഈ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. പക്ഷേ ഈ ഇൻ്റർവ്യൂ അവർക്ക് അത്രയ്ക്ക് അതിനകത്ത് സ്കോപ്പില്ല. സച്ച് റീസൺസ് ഇല്ലാതെ അവർക്ക് ചെറിയ ടെൻഷനുണ്ട്. അപ്പോൾ അവർ ഗൂഗിളിൽ പ്രോഗ്രാം ചെയ്തിട്ട് അവർ തൊടുപുഴ വഴി അവരുടെ ഇൻ്റർവ്യൂ കൗണ്ടറിലേക്ക് പോവുകയാണ്. എറണാകുളത്തെ ഇൻ്റർവ്യൂ കൗണ്ടർ പാലായിൽ നിന്ന് തൊടുപുഴ വഴി ഗൂഗിൾ മാപ്പ് കറക്റ്റ് ചെയ്തിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് അവർ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാറ് ആലപ്പുഴ വഴി വരികയാണ്. അതല്ല സാക്ഷികൾ കേൾക്കാൻ. അവർ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ വഴി എറണാകുളത്ത് പോകാനാണ് ഗൂഗിളിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർ ഒരു സെക്കൻഡ് നോക്കുമ്പോൾ കാറ് ചങ്ങനാശ്ശേരി റൂട്ടിലാണ് വരണത്. അപ്പോൾ കുറേ ഇങ്ങനെ ഓടിപ്പോയി ഇങ്ങോട്ട്. അപ്പോഴവർക്ക് അവർ കൂടെ നിന്ന് ഡ്രൈവർ പറയും, ഡ്രൈവറോ ഭർത്താവോ ആരോ അവർ വണ്ടി ഓടിക്കുന്ന കക്ഷി, ഇതെന്ത് ഇപ്പോൾ വണ്ടി ഇങ്ങനെയല്ല പോണതെന്ന് ചോദിക്കും. അപ്പോഴും ഉടനെ ഇവർ തിരിച്ചു പറഞ്ഞ മറുപടി കറക്റ്റാണ്. അത് അമ്മയെടുത്ത് ചെന്നിട്ട് പോകാനായിരിക്കും അമ്മ ആഗ്രഹിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ റെസ്പോൺസാണ് പ്രശ്നം. അത് ആലപ്പുഴ വഴി ഇപ്പം നമ്മൾ തൊടുപുഴ വഴി മൂവാറ്റുപുഴ വഴി പോകാനല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ ആലപ്പുഴ വഴിയാണ് ഗൂഗിള് നമ്മൾ അങ്ങനെയല്ല പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. വണ്ടി ആലപ്പുഴയ്ക്ക് വഴിയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇത് അമ്മയെടുത്ത് ചെന്നിട്ട് പോകാനായിരിക്കും അമ്മ ഉദ്ദേശിക്കുന്നത്. ഇത് വലിയൊരു അനുഗ്രഹമാണ്, നമുക്ക് ആ വഴി പോകാമെന്ന് പറഞ്ഞിട്ട് അവരിവിടെ 7:15 7:30 ഇവിടെ ലാൻഡ് ചെയ്യും. എന്നിട്ട് അമ്മയുടെ അമ്മ ഇൻ്റർവ്യൂവിന് പോവുകയാണ്, സ്കോപ്പില്ലെന്ന് പറയും. എന്നുവെച്ചാൽ എൻ്റെ അർത്ഥം മെറിറ്റില്ലെന്ന് എൻ്റെ അർത്ഥം. അവർക്ക് ഏജിൻ്റെ പ്രോബ്ലം ഉണ്ട്, വേറെ കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. മെറിറ്റില്ലെന്ന് എൻ്റെ അർത്ഥം. മെറിറ്റില്ലെങ്കിൽ പിന്നെ ഉള്ള സ്കോപ്പ് എന്താണ്? ഗ്രേസാണ് സ്കോപ്പ്. അത് നിങ്ങളിത് ടെക്നിക്കൽ എപ്പോഴും അച്ഛൻ പറയും, ഇത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണമെന്ന് പറയും. നമ്മുടെ ജീവിതത്തിൻ്റെ കുറേയധികം കാര്യങ്ങൾ മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്. പക്ഷേ ദൈവത്തിനോടുള്ള ഇടപെടലിൻ്റെ എല്ലാവിധ ഇക്വേഷൻസും എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് ഉടമ്പടി എടുക്കുന്നവർ കാണാതെ പഠിക്കാതെ നിവർത്തിയില്ല. കാര്യം ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ബേസിക് പ്രിൻസിപ്പിളാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Ephesians 2:8 അതെല്ലാ ധ്യാനത്തിലും ഞാൻ പറയും. എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ ഈ ധ്യാനം ചിലപ്പോഴും ആദ്യമായിട്ട് കൂടുന്ന ആൾക്കാരുണ്ടാവും. ഉടമ്പടി വന്നിട്ടില്ല, ആലപ്പുഴ വന്നിട്ടില്ല, കേരളത്തിൽ പോലും വന്ന് കാണത്തില്ല. പക്ഷേ ധ്യാനം കൂടുന്നവരുണ്ടാവും. മലയാളികൾ, കേരളത്തിലില്ലാത്ത എത്രയോ മലയാളികളുണ്ട്. പക്ഷേ അവരൊക്കെ ചിലപ്പോൾ ഈ ധ്യാനം കൂടുമ്പോൾ ഉടമ്പടി എന്താണെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ബേസിക് എല്ലാപ്പോഴും ഞാൻ പറയും. മനഃപൂർവ്വം പറയണതല്ല, പറഞ്ഞു വരുമ്പോൾ ഈശോ അത് പുട്ടിൻ്റെ പൊടി പോലെ ഇട്ട് തരണത് നമുക്ക്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പം മെറിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺ ആകരുത്. മെറിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗമേ മാത്രമേ പോയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ ഭാഗമുണ്ട്, അത് ഗ്രേസാണ്. Ephesians 2:8 എന്താ പറയണത്? നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്നാണ്. അപ്പോൾ ഈ കൃപ എങ്ങനെ ആർജിക്കാൻ പറ്റും? കൃപ എങ്ങനെയാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റണത്? കൃപ എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും? അതിന് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കാര്യമാണ് ഉടമ്പടിയിൽ അപ്ഡേഷൻ വരണത്. മറ്റേ നിങ്ങളുടെ മെറിറ്റിൻ്റെ കാര്യത്തിൽ അപ്ഡേഷൻസിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റാണ്. ചിലപ്പോൾ നിങ്ങളുടെ 90% മാർക്ക് നിങ്ങളുടെ മെറിറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയോറിറ്റി നിങ്ങളുടെ മെറിറ്റാണ്. പക്ഷെ ഉടമ്പടി ഫോക്കസ് ചെയ്യേണ്ടത് മെറിറ്റിലല്ല, ഗ്രേസിലാണ്. അതുകൊണ്ട് ചില കുഞ്ഞുങ്ങളെ പറഞ്ഞ അച്ഛാ ഒന്നും മനസ്സിലായിട്ടില്ല അച്ഛാ, ഞാൻ എല്ലാ പരീക്ഷയും പോയെന്ന്. സ്പീക്കിങ്ങിൻ്റെ അത് പോയി, എനിക്കറിയാവുന്നത് കയ്യിൽ നിന്ന് പോയെന്നറിയാം. സ്പീക്കിങ് പോയി, പിന്നെ റീഡിങ് പോയി, എല്ലാം പോയി. പൈസയുമില്ല. ഞാൻ ഭർത്താവിനോട് അവസാനത്തെ കാശ് ഇനി ഞാൻ നിങ്ങളെ കാശ് മേടിക്കാൻ വേണ്ടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല, ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്, ഒരു ചാൻസ് കൂടി എനിക്ക് തരാൻ പറഞ്ഞ് ഭർത്താവിനോട് കാശ്, OIT കാശ് ലാസ്റ്റ് മേടിക്കണം. അവരോട് വന്ന് നമ്മുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കണ കാണാം. ഇത് കേൾക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ എമർജൻസി കേസെല്ലാം എടുക്കണം. എൻ്റെ കാര്യം അതാണ്. എല്ലാ എമർജൻസി ആണെന്ന് കണ്ടാൽ അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി ഉണ്ട്, വസ്തുനിഷ്ഠമായ കാര്യമാണ്, എനിക്ക് ഡോക്യുമെൻ്റ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ അച്ഛനെടുക്കും. അതിന് ഞാൻ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അവർ ഒരു ദിവസം പോലും വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഞായറാഴ്ച പിന്നെ ആരെയും കാണത്തില്ലെന്ന് ഞാൻ നേരത്തെ അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്. ഞായറാഴ്ച മാത്രമേ ഈ ധ്യാനം നിൽക്കുന്ന കാരണം ധ്യാനം കഴിയുമ്പോൾ ഞാൻ ഭയങ്കര
ഭയങ്കരമായി ടയർഡായിപ്പോവും. ഈ കാണുന്ന കാഴ്ചയല്ല, ഇത് ശുശ്രൂഷ കാരണം അതിൻ്റെ പവർ എമിറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സിസ്റ്റവും വർക്ക് ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കെല്ലാ ദിവസവും ഇപ്പോൾ ഇന്നലെയൊക്കെ ഇതിൻ്റെ 3 ഇരട്ടി ആളല്ലേ ഇവിടെ, അപ്പോൾ 10-700 ഉടമ്പടിയാണ് ഇന്നലെ നടന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇതന്നെ അവസ്ഥ. പക്ഷേ എല്ലാ ദിവസവും ഞാൻ നിൽക്കും. എല്ലാ ദിവസവും നിൽക്കുമ്പോൾ എന്താ, ഈ എമർജൻസി കേസ് എടുക്കാൻ വേണ്ടി നിൽക്കണതാണ്. എമർജൻസി അവിടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഇനി അമ്മയുടെ കയ്യിലാണ് ഉള്ളത് ഈ സംഭവം. അപ്പോൾ അവർക്ക് ഞാൻ എൻ്റെ വഴികളൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു, മക്കളെ പരീക്ഷ പൊട്ടിയാന്ന് ഞാൻ പറഞ്ഞു, പൊട്ടിയിട്ടില്ല. ആരാ പറയണത്? നിനക്ക് എഴുതാൻ കഴിഞ്ഞില്ല എന്നല്ലേ പ്രശ്നമുള്ളൂ. അതിൻ്റെ മെറിറ്റാണ് പോയിരിക്കുന്നത്. ഗ്രേസിൻ്റെ ചാൻസ് ഉണ്ടല്ലോ, ഗ്രേസിൻ്റെ ചാൻസ് ഇല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ഓരോ സാക്ഷ്യം ഓർത്തോർത്ത് പറയുക. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലിസി മലപ്പുറം ഇടമണ്ണ് ഇടവക അവിടെ നിന്നൊരു സാക്ഷ്യമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഈ ലിസി ചേച്ചി കുറേ സാക്ഷ്യം പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സാക്ഷ്യമാണ് ഞാൻ പിക്കപ്പ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു മകളുണ്ട്. അവരുടെ മകള് IELTS എഴുതി അവൾ തോക്കും. തോറ്റ് കഴിയുമ്പോൾ ഒന്നാമത് തോക്കും, പിന്നെ രണ്ടാമത് എഴുതും, അത് തോക്കും, പിന്നെ മൂന്നാമത് എഴുതും, അത് തോക്കും. അപ്പോൾ രണ്ടാമത് എഴുതി തോക്കുമ്പോൾ ഇവർ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് മൂന്നാമത് എഴുതി അത് തോക്കും, നാലാമത് എഴുതി അത് തോക്കും. അത് തോക്കുമ്പോൾ ഇവളുടെ ഈ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. ഇവളുടെ വിശ്വാസം എല്ലാം പോവുക. ഉടമ്പടി എടുത്തിട്ടും അവൾ ഉടമ്പടി IELTS തോറ്റല്ലോ എന്ന്. അപ്പോൾ അമ്മ ചോദിക്കും ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ പറയും എനിക്ക് ത്രില്ലാണെന്ന് പറയും. എന്താണ് തോറ്റതിൻ്റെ ത്രില്ലേ? ഇത് ഫസ്റ്റ് ടൈം ഞാൻ ഹിയറിങ് ഇറ്റ്. തോക്കുമ്പോൾ നമുക്ക് ഡൗണായി ഡിപ്രസ്ഡായി പോകണമല്ലേ ആൾക്കാർ സാധാരണ ചെയ്യണത്. അപ്പോൾ അമ്മ ചോദിക്കണത് നീ ഓക്കെ അല്ലേന്ന് ചോദിക്കണ എന്താ കാര്യം, എന്താണ് നിനക്ക് വിശ്വാസം വല്ലതും പോയാ എന്നതിൻ്റെ അർത്ഥം. അമ്മമാർക്ക് ഉൾക്കണ്ടയാണല്ലോ. മക്കളുടെ വിശ്വാസം എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഒന്നും നടന്നില്ലെങ്കിൽ അപ്പം തന്നെ പ്രാർത്ഥനയും പോയി പള്ളിയും പോയി എല്ലാം പോകുന്ന ഒരവസ്ഥയാണ്. അത് പുതിയ ആൾക്കാരുടെ ഒരു അവസ്ഥയാണത്, എന്തായിക്കോട്ടെ. പക്ഷേ അപ്പോൾ അതുകൊണ്ട് അമ്മയൊക്കെ നീ ഓക്കെ അല്ലേ. അപ്പോൾ നാലാമത്തെ പ്രാവശ്യം തോറ്റതുകൊണ്ടാണ് ചോദിക്കണത്. അപ്പോൾ പറയും എനിക്ക് ത്രില്ലാണ് ഇനി എഴുതാനെന്ന്. അപ്പോൾ അമ്മ പറയും നീ എഴുതണ്ടെന്ന് പറയും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എഴുതണമെന്ന് പറയാൻ കാര്യം, ഇവരോട് അമ്മ പറയും ഇനി അവളെ കൊണ്ട് എഴുതിക്കേണ്ടെന്ന് പറയും. എന്താ കാര്യം, ഉള്ളതിൽ തന്നെ അവൾ എഴുതി വച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ അമ്മ ഇവൾക്ക് മറുപടി കൊടുക്കും. എന്താണ്, ഇനി എഴുതണ്ട, ഇനി റീവാലുവേഷൻ കൊടുത്ത് കൊച്ച് ചിന്തിച്ചിട്ടില്ല, മോള് ചിന്തിച്ചിട്ടില്ല. അമ്മ അവളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇനി നീ എഴുതത്തില്ല. കാര്യം എന്താണ്, അമ്മ നിന്നെ ജയിപ്പിക്കും. എന്താ കാര്യം, നമ്മൾ റീവാലുവേഷൻ കൊടുക്കും. അപ്പോൾ റീവാലുവേഷൻ കൊടുക്കുമ്പോൾ പറയുമ്പോൾ റീവാലുവേഷൻ കൊടുക്കുമ്പോഴും എഴുതിയ കാൻഡിഡേറ്റിന് ഒരു കാൽക്കുലേഷൻ ഉണ്ടാകുമല്ലോ. ഇന്ന കൊണ്ട് മാർക്ക് കുറഞ്ഞു പോയി ചിലപ്പോൾ കമ്പ്യൂട്ടർ ചെയ്ത വിഷയമായിരിക്കാം, ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. ആൾക്കങ്ങനെ ഒരു സാധ്യതയില്ല. റീവാലുവേഷൻ ഒരു സാധ്യത കാൻഡിഡേറ്റിനില്ല. പിന്നെ കുട്ടിയുടെ അമ്മയ്ക്കാണ് റീവാലുവേഷൻ്റെ സാധ്യതയുള്ളത്. അത് മെറിറ്റല്ല, പിന്നെ എന്താണ്, ഗ്രേസാണ്. എന്താണ്, പരിശുദ്ധ അമ്മ റീവാലുവേറ്റ് ചെയ്യുമെന്ന് അതിൻ്റെ അർത്ഥം. ഈ സാക്ഷ്യത്തിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജോഷുവ 1:9 ഒന്ന് വായിച്ചോളൂ. ജോഷുവ 1:9, അതുപോലെ തന്നെ നിയമാവർത്തനം 31:6, കുറേ വാഗ്ദാനങ്ങളെ ഈ ഒരു സാക്ഷ്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് ത്രില്ലടിക്കണത്. വാസ്തവത്തിൽ അവർ പറയുന്ന ത്രില്ല് പിന്നെ ബിബ്ലിക്കലായിട്ട് ത്രില്ലല്ല, അത് വേറൊരു സബ്ജക്റ്റാണ്. അവർക്ക് ബിബ്ലിക്കലായിട്ട് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് നാട്ടു മലയാളത്തിൽ നാട്ടു ഇംഗ്ലീഷിൽ അവർ ത്രില്ലെന്ന് പറഞ്ഞത്. പക്ഷേ ത്രില്ലല്ല, അത് സ്വാഭാവികമായിട്ട് നമുക്കൊരു പരാജയം സംഭവിക്കുമ്പോൾ, നമുക്കൊരു ഉറ്റവര് രോഗിയായി മാറുമ്പോൾ പെട്ടെന്ന് ദൈവം നമ്മുടെ തകർന്നു പോയ മനസ്സിലേക്ക് റീഫോർമാറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിനാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് റീഫോർമാറ്റ് ചെയ്യും. അതിനാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, എപ്പോൾ സംഭവിക്കുന്നു, അത് പറയുന്നത് ജോഷുവ 1:9 പിന്നെ നിയമാവർത്തനത്തിൻ്റെ 31:6. ലെറ്റ് കം ടു ദി ടെസ്റ്റ്. വായിച്ചോളൂ. ജോഷുവ 1:9. ശക്തനും ധീരനുമായിരിക്കണം. പറഞ്ഞോളൂ. ശക്തനും ധീരനുമായിരിക്കുക.
ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അതൊന്ന് ആവർത്തിച്ച് പറഞ്ഞേ. നിന്റെ ദൈവമായ കർത്താവ് കൈ ചുരുട്ടിക്കൊണ്ട് പറഞ്ഞേ. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടി ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കട്ടെ. കൂടെയുണ്ട് ഭയപ്പെടില്ല, ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട് ഭയപ്പെടില്ല, ഭയപ്പെടില്ല. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിയമാവർത്തനം 31:6. ശ്രുതികട ഹല്ലേലൂയ. ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. നിയമാവർത്തനം 31:6. ഇതെല്ലാം വരുന്നത് നിന്റെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. ഒന്ന് പറഞ്ഞേ. ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. ദൈവമാണ് കൂടെ വരുന്നതെന്നുള്ളത് ഉടമ്പടിയുടെ മാത്രം പാക്കേജാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അത് എന്തുകൊണ്ട് ഇപ്പം അവർ പറഞ്ഞത് 4ാമത്തെ പ്രാവശ്യം IELTS തോറ്റപ്പോഴവർക്ക് അവർക്ക് കെട്ടിത്തൊങ്ങാൻ കയറിടത്തുനിന്നല്ല പറഞ്ഞിരിക്കുന്നത്, ത്രില്ലടിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് വ്യത്യാസം. ഇതാണ് മനസ്സിലായോ? പരീക്ഷയൊക്കെ നോക്കുമ്പോൾ പിള്ളേർ ആത്മഹത്യയല്ലേ ചെയ്യണത്. അതാണ് ലോകവും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് തോറ്റ കുട്ടി അവർ പറഞ്ഞ ത്രില്ലടിച്ചതെന്ന് പറയുമ്പോൾ അവർക്കത് പറയാൻ അറിയാൻ പാടില്ലാതിരാണ്. അവരുടെ എന്താ സംഭവിച്ചിരിക്കണത്? അവർക്ക് അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. ഇനിയൊരു 10 IELTS കൂടി എഴുതാനുള്ള ബാല്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചങ്കൂറ്റം വന്നിരിക്കുകയാണ്. ആത്മീയ ചങ്കൂറ്റം. ഈ ആത്മീയ ചങ്കൂറ്റം വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ദൈവപൈതലേ, നീ ഉടമ്പടി എടുക്കുമ്പോൾ നീ എന്തിൻ്റെ ഭാഗമാകുന്നു? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ ഭാഗമാകുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിനക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വേറെ ഏത് പ്രാർത്ഥനാ രൂപമുള്ളത്? എക്സെപ്റ്റ് ദ കവനൻ്റ് അല്ലാതെ. വൈ കവനൻ്റ്? എന്തുകൊണ്ട് കവനൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി ഇതാണ്. എന്താ കാര്യം? ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്യുന്നത് കവനൻ്റ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പരിശുദ്ധ കുർബാനയിൽ സാന്നിധ്യമില്ലേ? സോ വൈ ഡൗട്ട്? എന്താ കാര്യം? ബിക്കോസ് ഹോളി ക്രൂസ് ഇസ് എ കവനൻ്റ്. പരിശുദ്ധ കുർബാന എന്താണ്? കവനൻ്റ് മാത്രമേ സാന്നിധ്യം കൊടുക്കുന്നുള്ളൂ. ബാക്കി അതായത് ഇപ്പോൾ ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ കുട്ടിക്ക് ദൈവസാന്നിധ്യം വന്നതാണ്. അവരെന്താ പറയണത്? എനിക്ക് ത്രില്ലാണ് ഒന്നുകൂടി എഴുതാൻ. അതായത് അവർക്ക് ശക്തി കിട്ടിയിരിക്കുന്നു, ധൈര്യം കിട്ടിയിരിക്കുന്നു. അതാണ് ജോഷുവ 1:9. അവർക്ക് ശക്തി കിട്ടിയിരിക്കുന്നു, ധൈര്യം കിട്ടിയിരിക്കുന്നു. പിന്നെ എന്താ കാരണം? ദൈവമായ കർത്താവാണ് കൂടെ വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ആ ഭവനത്തിൽ, ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കുടികൊള്ളുമ്പോഴാണ് അവർക്ക് ശക്തി ലഭിക്കണത്, അവർക്ക് ധൈര്യം കിട്ടണത്. ആ കുട്ടിക്കത് പറയാൻ അറിയാത്തത് കൊണ്ടാണ് അവൾ പറഞ്ഞത് എനിക്ക് ത്രില്ലടിച്ചിരിക്കണമെന്ന് പറയുന്നത്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനങ്ങൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനങ്ങൾ
കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ.